നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമാശകളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന ഒരു സംഭവം, അവിടുത്തെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ദരിദ്രനായ ഗ്രാമീണനായ ഒരു സഹാബി ഉണ്ടായിരുന്നു. സാഹിർ ബിൻ ഹറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവി തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി എടുത്തു പറയുന്നത് കാന ദമീമൽ ഖിൽഖാന, കാണാൻ വളരെ വിരൂപിയായ, തീരെ സൗന്ദര്യമില്ലാത്ത, അതുകൊണ്ട് തന്നെ അധികം ആരും പരിഗണിക്കാതെ അകന്നു നിൽക്കുന്ന ഒരു സഹാബിയായിരുന്നു സാഹിർ ബിൻ ഹറാം. പക്ഷേ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളോടാണല്ലോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ സാഹിറിന് റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്ക് സാഹിറിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പാവപ്പെട്ട സഹാബി ഗ്രാമീണനാണ്. ഇടക്കിടക്ക് ഗ്രാമത്തിൽ നിന്നുള്ള സാധനങ്ങളുമായി പട്ടണത്തിൽ വരും. അതൊക്കെ കൊണ്ടുവന്ന് വിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന കാശുമായി തിരിച്ച് ഗ്രാമത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യും. അപ്പൊ എപ്പോഴൊക്കെ ഈ പാവം ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വരുമോ അപ്പോഴൊക്കെ നബിക്ക് പ്രത്യേക ഹദിയുമായിട്ട് അദ്ദേഹം വരുമായിരുന്നു. നബി അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും തിരിച്ച് ആ സഹാബി പോകുമ്പോൾ ആ പാത്രത്തിൽ നബിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹദിയ തിരിച്ച് നൽകുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അത്രയും അടുപ്പത്തോടെ, അത്രയും കെയറിങ് ആ സഹാബിക്ക് നബി നൽകിയിരുന്നു, ആരാലും പരിഗണിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക്. ഒരു ദിവസം ആ സഹാബി നബിയുടെ വീട്ടിലേക്ക് വന്നു, ഗ്രാമത്തിൽ നിന്ന് ഹദിയുമായി വന്നു. നബി തങ്ങൾ വീട്ടിലില്ലായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഭാര്യക്ക് ആ ഹദിയ കൊടുത്തിട്ട് അദ്ദേഹം കമ്പോളത്തിലേക്ക് തന്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോയി. അല്പം കഴിഞ്ഞ് റസൂലുള്ള തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ പത്നി പറഞ്ഞു, നബിയെ സാഹിർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങേക്ക് ഹദിയയും കൊണ്ടുവന്നിട്ടുണ്ട്. നബി ആകാംക്ഷയോടുകൂടി ചോദിച്ചു, എന്നിട്ട് സാഹിർ എവിടെ പോയി? ഞാൻ കണ്ടില്ലല്ലോ. ഭാര്യ പറഞ്ഞു, സാഹിർ എവിടെ പോയി ആർക്കറിയാം, ആരെയും ശ്രദ്ധിക്കുന്ന മനുഷ്യനല്ലല്ലോ, കമ്പോളത്തിലെങ്ങാനും പോയിട്ടുണ്ടാവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കമ്പോളത്തിലേക്ക് സാഹിറിനെയും അന്വേഷിച്ചു പോയി. കമ്പോളത്തിൽ എത്തിയപ്പോൾ നബി കാണുന്നത് സാഹിർ അവിടെ നിന്ന് വിയർത്തൊലിച്ച ശരീരവുമായി, മേൽമുണ്ടില്ലാതെ പൊടിയൊക്കെ പുരണ്ട വിയർത്ത ശരീരവുമായി തന്റെ സാധനങ്ങൾ ഓരോന്നായി വില പറഞ്ഞ് ഇങ്ങനെ ആളുകൾക്ക് വിൽക്കുന്ന ഒരു രംഗം കാണുന്നു. അത് കണ്ടപ്പോൾ നബി തങ്ങൾക്കൊരു തമാശ തോന്നി. നബി തങ്ങൾ ശബ്ദമുണ്ടാക്കാതെ സാഹിറിന്റെ റളിയല്ലാഹു അൻഹു പിന്നിൽ പോവുകയും അദ്ദേഹത്തെ ഇങ്ങനെ പുറത്തു നിന്ന് വട്ടത്തിൽ പിടിക്കുകയും എന്നിട്ട് ഇങ്ങനെ കുറച്ച് അല്പം ഉയർത്തിയിട്ട് മൈ യശ്തരി മിന്നി ഹാദൽ ഗുലാം, മൈ യശ്തരി മിന്നി ഹാദൽ ഗുലാം എന്ന് ചോദിക്കുകയും ചെയ്തു. ആരാണ് എന്നിൽ നിന്ന് ഈ അടിമയെ വാങ്ങിക്കുക? ഞാൻ ഈ അടിമയെ വിൽക്കുന്നു എന്ന് പറഞ്ഞു. സാഹിർ പരിഭ്രാന്തനായി, അദ്ദേഹം കുതറാൻ തുടങ്ങി. എന്താണ് ഈ പറയുന്നത്? ആരാണ് എന്നെ പിടിച്ചത്? എന്തിനാ എന്നെ വിൽക്കാനോ? ഞാൻ അടിമയൊന്നും അല്ല എന്ന് പറഞ്ഞിങ്ങനെ കുതറാൻ തുടങ്ങി. പക്ഷെ റസൂലുള്ള വിട്ടില്ല. വീണ്ടും മൈ യശ്തരി മിന്നി എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കുറച്ചേരം ഇങ്ങനെ പരിഭ്രാന്തനായി കുതറിയെങ്കിലും ബാക്കിയുള്ള സഹാബാക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരൊക്കെ പുഞ്ചിരിക്കുന്ന കണ്ടിട്ട് സാഹിറിന് കാര്യം മനസ്സിലായി. എന്നെ പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ ഹദീസ് റിവായത്ത് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു റാവി പറയുകയാണ്, അത് മനസ്സിലായപ്പോൾ ഫഅൽസക ലഹ്റഹു ബിസദ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സാഹിർ തന്റെ പുറം ആ അഷ്റഫുൽ ഖൽഖിന്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കുറച്ച് ഉരച്ച് ചേർത്ത് വെച്ച് നിന്നു. കാരണം സാഹിറിനെ പോലെയുള്ള ഒരു പാവപ്പെട്ട അടിമക്ക് അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തോട് മുട്ടി നിൽക്കാൻ കഴിയുക എന്ന ഭാഗ്യം, ആ അവസരത്തെ നന്നായി ആ സഹാബി മുതലെടുക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം സമാധാനപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇദൻ തജിദുനി കാസിദൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, എന്നെ കാണാൻ കച്ചവടം ചെയ്താൽ ഞാനത് അങ്ങയുടെ മേൽ ഒരു എടുക്കാ പൈസ പോലെ ആയിത്തീരും, ഒരു വിലയില്ലാത്ത സാധനമായി മാറിത്തീരും കേട്ടോ എന്ന് അദ്ദേഹം തിരിച്ച് തമാശ പറഞ്ഞു. അത്രയും നേരം പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിന്റെ റസൂല് ഈ വാക്ക് കേട്ടപ്പോൾ പിന്നെ ഗൗരവത്തിലേക്ക് മാറി. എന്നിട്ട് അവിടെ നിന്ന് അരുളി, വലാകിന്നക ലസ്ത ഇൻദല്ലാഹി ഖാസിദ വഅൻത ഇൻദല്ലാഹി ലഗാലി, പക്ഷേ സാഹിറേ, നീ ബാക്കിയുള്ളവരുടെ മുന്നിൽ വിരൂപിയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് എടുക്കാ പൈസയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ നീ അങ്ങനെയല്ല കേട്ടോ, വിലയില്ലാത്തവനല്ല. വലാകിന്നക ഇൻദല്ലാഹി ലഗാലി, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ നീ വളരെ വിലപ്പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.